നമസ്കാരം. തെലങ്കാനയിൽ കോൺഗ്രസ് നടത്തുന്ന അഴിമതിയെ ഡബിൾ ആർ ഗെയിം എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു ആർ, അതായത് രേവന്ത് റെഡ്ഡി തെലങ്കാനയെ കൊള്ളയടിക്കുന്നു. അത് ഡൽഹിയിൽ മറ്റൊരു ആറായ രാഹുൽ ഗാന്ധിക്ക് കൈമാറുകയാണെന്ന് പ്രധാനമന്ത്രി കരിംനഗറിൽ നടന്ന പൊതുയോഗത്തിൽ പറഞ്ഞു. ഈ ഡബിൾ ആർ ഗെയിം വരുത്തിവെക്കുന്ന സാമ്പത്തിക ബാധ്യത തെലങ്കാനയെ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തെലങ്കാന മുതൽ ഡൽഹി വരെ ഡബിൾ ആർ എന്ന നികുതിയെക്കുറിച്ച് സംസാരമുണ്ടെന്ന് പ്രധാനമന്ത്രി പരിഹസിച്ചു. ആർ എന്ന പേരിലുള്ള തെലുങ്ക് ചിത്രത്തിന്റെ ആകെ കളക്ഷൻ 1000 കോടിയാണ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആർ നികുതി അതിലും അധികമായ നികുതിയായി വരും എന്ന് ഉറപ്പാണ്. ഒരു ആർ തെലങ്കാനയിലെ പൊതുജനങ്ങളെ കൊള്ളയടിക്കുകയും ഡൽഹിയിലെ മറ്റൊരാറിന് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇത് തെലങ്കാനയുടെ നാശത്തിനാണെന്ന് മോദി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറെ കാലമായി കോൺഗ്രസിന്റെ യുവരാജാവ് 5 വ്യവസായികളെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിനു ശേഷം രാഹുലും കോൺഗ്രസ് നേതാക്കളാം അംബാനികളെയും അദാനിയെയും പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കോൺഗ്രസ് എത്ര രൂപയാണ് ഫണ്ടായി ലഭിച്ചതെന്നറിയാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. മുൻ ഭരണപക്ഷിയായ ഭാരത് രാഷ്ട്ര സമിതിയുടെ പ്രണയന രാഷ്ട്രീയത്തിനെ തുറന്നു കാട്ടുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ആദ്യം രാഷ്ട്രമെന്ന നയം BJP പിന്തുടരുമ്പോൾ കോൺഗ്രസും BRSും ആദ്യം കുടുംബം എന്ന നയത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കുടുംബത്തിനാൽ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിൽ നിന്നും എന്ന തത്വമാണ് രാജവംശ പാർട്ടിയുടെ അടിസ്ഥാനം. കോൺഗ്രസും BRSും അഴിമതിയുടെ കറകൊണ്ട് മാത്രം പരസ്പരം ഒട്ടിനിൽക്കുന്നവരാണ്. പ്രീണന രാഷ്ട്രീയം മാത്രമാണ് അവരുടെ DNA-യിലുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തെലങ്കാനയിലെത്തിയ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിന്റെ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. നരസിംഹറാവുവിനോട് കോൺഗ്രസ് കാണിച്ചത് നീതികേടാണെന്ന് പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിച്ചു. മോദിയുടെ വരവോടെ തെലങ്കാനയിൽ ഒരു വൻ മാറ്റമാണ് വരാൻ പോകുന്നത്. തെലങ്കാനയിൽ അഴിമതിയുടെ ഒരു ആരോപണമുണ്ടെന്ന് തന്നെയാണ് മോദി തെരഞ്ഞെടുപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കാനെന്നുള്ളത് ജൂൺ 4-നാണ് നമ്മളിനി കാത്തിരിക്കേണ്ടത്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.